രാത്രികളിൽ നമ്മൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട് കിടന്നിട്ടുണ്ട് അല്ലേ? അതായത് നമ്മൾ വളരെ ഇമോഷണലി വീക്കായ ദിവസങ്ങളിൽ, വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ആ സ്ട്രെസ്സിനെ പറ്റി ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് മുന്നത്തെ ദിവസം അതിൻ്റെ പേടി കൊണ്ട്, ഈ ട്രിപ്പൊക്കെ പോകുന്നതിൻ്റെ തലേന്ന് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ചില ആളുകൾക്ക് ഇത് ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ മാത്രം ഉണ്ടാകുന്നൊരു പ്രശ്നമല്ല. അവരുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന രീതിക്ക് പോകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഈ ഇൻസോമിനിയ എന്ന് പറയപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് ഇൻസോമിനിയ, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, അതിനെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഹായ് ഓൾ, ഐ എം അർഷാന എ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇൻസോമിനിയ എന്നത് ഒരാൾക്ക് ഉറങ്ങാൻ അല്ലെങ്കിൽ ഉറക്കത്തിലായിരിക്കാൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. അതായത് ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് ഉണർന്നു പോവുക, ഉണർന്നാൽ തന്നെ വീണ്ടും തിരിച്ച് ഉറങ്ങാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഇൻസോമിനിയ എന്നുള്ള അവസ്ഥ. ഇത് പറയുന്നത് നിങ്ങൾ എത്ര മണിക്കൂറുകൾ ഉറങ്ങി എന്നതിലല്ല, അതായത് നിങ്ങൾ എത്ര ക്വാളിറ്റിയോടെ ഉറങ്ങാൻ പറ്റി എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഡേ ടൈമിന്, നിങ്ങളുടെ ഫങ്ഷൻസിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇൻസോമിനിയ അല്ലെങ്കിൽ ഈ ഒരു ഉറക്കക്കുറവ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുന്ന സമയത്ത് പറയുന്ന കാര്യം. ഇത് നമ്മൾ ഡയഗ്നോസിലേക്ക് വരുമ്പോൾ DSM-5 എന്നുള്ളത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് അവർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ മിനിമം 3 ദിവസമെങ്കിലും ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം കാണുക എന്നുള്ളത്. രണ്ടാമത് പറയുന്നത് 3 മാസം തുടർച്ചയായിട്ട് ഇതേ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. മൂന്നാമത് പറയുന്നത് ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഉറക്കക്കുറവ് അവരുടെ ഡെയിലി ലൈഫിനെയും കാര്യങ്ങളെയും റിലേഷൻഷിപ്സിനെയും അവരുടെ ബ്രെയിനിൻ്റെ പ്രോസസ്സുകളെയൊക്കെ ബാധിക്കുന്ന തരത്തിലാവുക എന്നുള്ളത്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ എത്ര ക്ഷീണിച്ചിട്ടാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഉറക്കം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത് പറയുന്നത് ഈവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഉണരുക, വീണ്ടും ഉറങ്ങുക എന്നുള്ളൊരവസ്ഥ. മൂന്നാമത്തെ ഒരു സിംറ്റം വരുന്നത് ഉറങ്ങുക, പിന്നെ പെട്ടെന്ന് തന്നെ നേരത്തെ ഉണരുക, എന്നിട്ട് പിന്നെ തിരിച്ച് ഉറങ്ങാൻ പറ്റാതിരിക്കുക. അതായത് സാധാരണമാണ് ഈ ഉറക്കത്തിൽ ഉണരുക എന്നുള്ളത്. പക്ഷേ നമുക്കൊക്കെ ഉറങ്ങിയാൽ നമ്മളൊന്ന് ടോയ്ലറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ നമുക്ക് തിരിഞ്ഞിടന്ന് ഉറങ്ങാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ഇൻസോമിനിയ എന്നുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഈവൻ ഒരു വട്ടം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തിരിച്ചുറക്കത്തിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഒരു കാര്യം പറയുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ക്ഷീണം ഇയാളുടെ ഡെയിലി ലൈഫിൽ ഭയങ്കരമായിട്ട് ബാധിക്കുക. ഒരു പകൽ സമയം മുഴുവൻ ആൾ ടയേർഡാവുക, ആൾക്ക് ഉറക്കച്ചടവ് തോന്നുക, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ആളുടെ ഡെയിലി കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നമ്മൾ ചില ടൈപ്സ് ഓഫ് ഇൻസോമിനിയാസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അക്യൂട്ട് ഇൻസോമിനിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് സാധാരണമായിട്ട് ഉണ്ടാവുന്ന ഒരു ഷോർട്ട് ടേം ഇൻസോമിനിയ എന്നൊക്കെ പറയാൻ പറ്റും. അതായത് നമ്മൾ സാധാരണമായിട്ട് നമുക്കൊരു സ്ട്രെസ്സായിട്ടുള്ള ഒരു ഡേയിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതിനാണ് ഈ അക്യൂട്ട് ഇൻസോമിനിയ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻസോമിനിയ എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത് വരുന്നത് ക്രോണിക് ഇൻസോമിനിയ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ക്ലിനിക്കലി നമ്മൾ ഹെൽപ്പ് തേടേണ്ട നമുക്ക് പ്രശ്നമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഈ ക്രോണിക് ഇൻസോമിനിയ എന്നുള്ളത്. ഈ ഒരു അവസ്ഥയിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 3 ദിവസം ചുരുങ്ങിയത് ഉറക്കമില്ലാതിരിക്കുക, ഇതൊരു 3 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു അവസ്ഥയാണ്. അതായത് ക്രോണിക് ഇൻസോമിനിയ എന്നുള്ള അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കൺസൾട്ടേഷൻ എടുക്കൽ അത്യാവശ്യമാണ്. പിന്നെ മൂന്നാമത് പറയുന്നതാണ് ഓൺസെറ്റ് ഇൻസോമിനിയ എന്ന് പറയുന്നത്. അതായത് രാത്രിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉറക്കം വരാതിരിക്കുക. അതായത് വളരെ ലേറ്റായിട്ട് ഇവർക്ക് ഉറക്കം വരുള്ളൂ. ചിലപ്പോൾ 3 മണിക്കോ 4 മണിക്കോ ഒക്കെ ആയിരിക്കും ഇവർക്കൊന്ന് ഉറക്കം വരുന്നത്. അതുവരെ ഇവർ അങ്ങനെ കിടക്കുന്നുണ്ടാവുമായിരിക്കും. അതാണ് നമ്മുടെ ഓൺസെറ്റ് ഇൻസോമിനിയ എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഫോൺ കളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നതുകൊണ്ട് ഉറക്കമില്ലാത്തതല്ല. നമ്മൾ ഈവൻ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഉറക്കം കിട്ടാതെ അങ്ങനെ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഈ ഓൺസെറ്റ് ഇൻസോമിനിയ എന്ന് പറയുന്നത്. നാലാമത് പറയുന്നതാണ് മെയിൻ്റനൻസ് ഇൻസോമിനിയ എന്നുള്ളത്. അതായത് ഈവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുക, ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഈ ഉറക്കത്തിനിടയിൽ ഉണരുക, പിന്നെ നമുക്കൊരു ക്വാളിറ്റി ഓഫ്
സ്ലീപ്പ് കിട്ടാതിരിക്കുക. നമ്മൾ എത്ര ഉറങ്ങിയാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാതിരിക്കുക. ഇൻസോംനിയയുടെ കാരണങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് സ്ട്രെസ് ഓർ ആങ്സൈറ്റിയാണ്. അതായത് നമ്മുടെ ഹെൽത്തിനെ പറ്റി, വർക്കിനെ പറ്റി, ഫാമിലിയെ പറ്റിയൊക്കെ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുകയും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. രണ്ടാമത് പറയുന്നത് ഡിപ്രഷനാണ്. ഡിപ്രഷനുള്ള ഒരാളുടെ, അതായത് ഡിപ്രഷനുള്ള ഒരാൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റമാണ് ഈ ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. ഇൻസോംനിയ ഉള്ള ആൾക്ക് ഡിപ്രഷനിലേക്ക് പോകാനും ഡിപ്രഷനുള്ള ആൾക്ക് ഇൻസോംനിയ വരാനും ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തൊന്നാണ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് യൂസുകളും കാര്യങ്ങളൊക്കെ കൂടുക. ഒന്നാമത് ആൽക്കഹോൾസ്, സിഗരറ്റ്സ്, ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഈ ഉറക്കം നഷ്ടപ്പെടുന്നത് മൂലം അവർ ഈ ഒരു വേ ഒക്കെ തിരഞ്ഞെടുക്കും, എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ പക്ഷെ അവർക്ക് ആ ഒരു അവർ വിചാരിക്കുന്ന പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടുകയുണ്ടാവില്ല. അതേപോലെ ഇത്തരം ഉറക്കം നഷ്ടപ്പെട്ട ആൾക്കാർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരുപാട് സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു സ്ലീപ്പിംഗ് പിൽസിനോട് അഡിക്ഷൻസ് ഉണ്ടാവുകയും അത് ഇവർക്ക് ലൈഫിൽ ബാധിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ മെഡിക്കൽ കണ്ടീഷൻസ് പറയാറുണ്ട്. അതായത് ഈ ആസ്മ അല്ലെങ്കിൽ വളരെയധികം വേദനകളൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഉറക്കക്കുറവ് കാണാറുണ്ട്. പിന്നെ നമ്മൾ നാലാമത് പറയുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അത് കഫൈൻ്റെ ഒക്കെ അമിതമായ ഉപയോഗം, ഫോണിൻ്റെ അമിതമായ ഉപയോഗം ഒക്കെ കാരണം ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഫുഡ്, അവരുടെ ജീവിക്കുന്ന രീതി, ചുറ്റുപാടും ഒക്കെ കാരണം ഉണ്ടാകുന്ന ഉറക്കക്കുറവുകൾ. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു സൈക്കോളജിക്കലിയും എൻവയോൺമെൻ്റലിയും ജനറ്റിക്കലിയും ഒക്കെ മിക്സപ്പ് ആയിട്ടുള്ള റീസൺസാണ് ഇൻസോംനിയയിലേക്ക് നയിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഈ സ്ട്രെസ്, ആങ്സൈറ്റി പോലത്തുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ഡിപ്രഷനിലേക്ക് നയിക്കാറുണ്ട്, അവരുടെ വർക്ക് ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ഒക്കെ ബാധിക്കാറുണ്ട്, അവരുടെ പ്രൊഫഷണലിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ പ്രോസസ്സ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, വർക്കിൽ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ കൂടെ നമ്മൾ കാണുന്നുണ്ട്. 2002 ഇറങ്ങിയ ഇൻസോംനിയ എന്നുള്ള ഫിലിമിൽ ഈ ഒരു അവസ്ഥയെപ്പറ്റി കറക്റ്റായിട്ട്, ഈ ഒരു അവസ്ഥ വന്നാൽ എങ്ങനെയാണ് അത് നമ്മളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്നൊരു റെഫറൻസിന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയെപ്പറ്റി കൂടുതൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ CBT തന്നെയാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പി വരുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി തന്നെയാണ് വരുന്നത്. പിന്നെ മെഡിക്കേഷൻസ്, ആവശ്യമായി വന്ന മെഡിസിൻസ് കൊടുക്കാറുണ്ട്. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, അതായത് ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് പോലെയുള്ള അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ തെറാപ്പീസ് കാര്യങ്ങൾ എടുക്കാറുണ്ട്. മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട്. അതായത് ബ്രീത്തിങ് എക്സസൈസുകൾ, JPMR എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് ജേക്കബ്സൺ മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയും. അത്തരം റിലാക്സേഷൻ ടെക്നിക്സുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രധാനമായും സ്ലീപ്പ് ഹൈജീൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന വേറൊരു കാര്യം. അതായത് കറക്റ്റായിട്ടുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള സ്ലീപ്പ്, രാത്രി സമയങ്ങളിലുള്ള ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക, കഫൈനും സബ്സ്റ്റൻസ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, കറക്റ്റായിട്ടൊരു ബെഡ് റുട്ടീൻ സെറ്റ് ചെയ്യുക, നമ്മൾ നല്ലൊരു എൻവയോൺമെൻറ്റിൽ കിടക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസോംനിയ എന്നുള്ളത് ഒറ്റ ദിവസത്തെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് നമ്മൾ ഒരു ദിവസം ഉറക്കം പോകുന്നു എന്നതിലല്ല. അതൊരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറാണ്, ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. നമ്മളുടെ വർക്ക് ലൈഫിന്, നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളെയും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അവെയർനെസ്സും കാര്യങ്ങളും അതേപോലെ സ്ലീപ്പ് ഷെഡ്യൂൾസൊക്കെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഓക്കെ ആക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ ഇൻസോംനിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫുള്ള് കാണുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരം കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.